കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂദയുടെ ലേഖനത്തിൻ്റെ 5-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ച് നിർത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. കായീനെക്കുറിച്ചും ബിലയാമിനെക്കുറിച്ചും കോരഹിനെക്കുറിച്ചും ഒരു സംക്ഷിപ്ത പഠനം നമുക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കായീൻ കൊലപാതകനായി, ബിലയാം ദ്രവ്യാഗ്രഹിയായി, കോരേശ് മത്സര സ്വഭാവമുള്ളവരായി. നമ്മുടെ ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഈ 3 വ്യക്തികൾക്കും പകരക്കാരായിട്ടുള്ള വ്യക്തികൾ കിടക്കുക. ഞാനും നിങ്ങളും ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ യൂദ വിദ്യാഭ്യാസമില്ലാത്തൊരു സഹോദരനാണ്. ആകെ കൂടി അറിയാവുന്നത് മീൻപിടുത്തമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി തൻ്റെ ക്രിസ്ത്യ ജീവിതം തുടങ്ങിയപ്പോൾ തന്നിൽ വലിയ വ്യത്യാസമുണ്ടായി. അതിന് മഹാകവി സൈമൺ സാർ പാടിയൊരു പാട്ട് ഞാൻ എപ്പോഴും പാടാറുണ്ട്, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്നുകൂടി പാടാനായിട്ടൊരു പ്രേരണയുണ്ട്, ഞാൻ പാടാം. നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ദൈവകൃപ കൊണ്ട് അലങ്കരിച്ചു, വരം പ്രേഷണം ചെയ്തവനിൽ ഗുരുക്കളായി. ഒരു പദ്യമാണ്. നീചരായി ഗണിച്ചിരുന്ന പത്രോസ് ആദിയായ ധീവരരെ, അതിൽ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എല്ലാവരും വരുമല്ലോ. ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അലങ്കരിച്ചു, പരം പ്രേഷണം ചെയ്തവനിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഗുരുക്കന്മാരാക്കി ഈ മീൻപിടുത്തക്കാർ തീർന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റവറൻറ്റ് പാസ്റ്റർമാരും ഡോക്ടർ പാസ്റ്റർമാരും ലജ്ജിക്കണം. നിങ്ങളുടെ പട്ടമെല്ലാം നിരത്തിടണം. നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ മാനുഷികമായ മാനുഷികമായ നമ്മുടെ കഴിവുകളും നമ്മുടെ വാഗ്വൈഭവങ്ങളും നമ്മുടെ അറിവിൻ്റെ അതിപ്രസരങ്ങളും കർത്താവിൻ്റെ വേലയ്ക്ക് വട്ടപൂജ്യമാണെന്ന് ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ തിരിച്ചറിയണം. ഞാൻ ഒത്തിരി അതിനെക്കുറിച്ച് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരണയുണ്ടെങ്കിലും ഇത്രയും പറഞ്ഞു വെച്ചത് കൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 1 കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ എപ്പോഴും അത് പഠിക്കാറും ചിന്തിക്കാറുമുള്ള വിഷയങ്ങളാണ്. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികളേറിയില്ല, ബലവാന്മാരേറിയില്ല, കുലീനന്മാരും ഏറിയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് അല്ലെങ്കിൽ പോഷന്മാരെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായവരെ തിരഞ്ഞെടുത്തു. ഏതായി ബലമുള്ളത്? റോമൻ സാമ്രാജ്യം പ്രബലപ്പെട്ട് നിൽക്കുന്ന കാലത്താണ് കർത്താവിൻ്റെ ശുശ്രൂഷ നടക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ അതികായകന്മാരായ ശക്തന്മാരായ ശാസ്ത്രിമാരും പരീശന്മാരും ബുദ്ധിജീവികളുമുള്ള സമയത്താണ് കർത്താവ് മുക്കുവന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നതായത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത്, അതായത് അർത്ഥം പോഷന്മാരെ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത്, ബലഹീനന്മാരെ, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തവരെയും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, വിശ്വാസികളെ, ഈ കാര്യം നന്നായിട്ടൊന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യാൻ നമ്മുടെ മാൻ പവറും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവും ഒന്നും ആവശ്യമില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മനിയോഗത്താൽ ആത്മനടത്തിപ്പിനാൽ ഈ മഹത്വമുള്ള വേല ചെയ്യാൻ നമുക്ക് കഴിയണം. ഇന്നത് കാണുന്നില്ല. ബൈബിൾ കോളേജുകളൊക്കെ ഒത്തിരി വിദ്യാഭ്യാസം കൊടുത്ത ആൾക്കാരെ പഠിപ്പിച്ചിറക്കി വിടുന്നുണ്ട്. അവരെന്തോ ചെയ്യുന്നേ? അവർ കർണരസമാകുമാറ് പ്രസംഗിക്കുക, വിശ്വാസികൾക്ക് ഇഷ്ടമുള്ളത് പ്രസംഗിച്ച് കേൾപ്പിക്കുക.
സ്വത്രം. തിമോഥെയോസിൻ്റെ ലേഖനത്തിലുണ്ടത്. ഞാനും അത് വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നതിൽ വിരോധമില്ല. കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും വിരോധമില്ലെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഭാഗങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെതായ ജ്ഞാനവും ഈ ലോകത്തിൻ്റെ ജ്ഞാനവും ഈ ലോകത്തിലെ സംവിധാനങ്ങളൊന്നും അതിന് പ്രയോജനമായി ഭവിക്കണമെന്നില്ല. ഇവിടെ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചേ. വചനം പ്രസംഗിക്കുക, സമയത്ത് അസമയത്ത് ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടെ ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും, കാലം വരും, കാലം വരും. ആ കാലമായിപ്പോ കെട്ടുകഥ, എഴുവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, മനുഷ്യജ്ഞാനം പ്രസംഗിക്കുക, ജ്ഞാനത്തിൽ നിന്ന് പ്രസംഗിക്കുക. ആത്മീകമായ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. സ്വർഗീയമായ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. അതാണ് യൂദയ്ക്കുണ്ടായത്. ഞാൻ പലരോടും പറഞ്ഞു, യൂദ ലേഖനം ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. എന്തൊക്കെ കാര്യമാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നേ. കായീൻ കൊലപാതകൻ, സഹോദരനെ പയക്കുന്നവൻ കൊലപാതകൻ. ബലയാം ദ്രവ്യാഗ്രഹിക്കുന്നിടൽ. ഇത് ദ്രവ്യാഗ്രഹമല്ലേ ആത്മീയകോളത്ത് കാർന്ന് തിന്നുന്നത്? പകയും വിദ്വേഷവും പിണക്കും കോടതിയും കേസുമായിട്ട് നടക്കുകയല്ലേ? കായീൻ്റെ സന്തതികളല്ലേ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ശതമാനം, നല്ലൊരു ശതമാനം. ബലയാമിൻ്റെ കൂട്ടരല്ലേ പ്രസംഗിക്കുന്നത്? കോരഹ് മത്സര സ്വഭാവം. ഒരിക്കൽ രണ്ട് ചർച്ചക്കാർ തമ്മിൽ മീറ്റിംഗ് നടത്തി. തൊട്ടടുത്തടുത്തിട്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരമുള്ളൂ. കൺവെൻഷൻ രണ്ടുപേരും ഒരേ ഡേറ്റ് കൊണ്ടുവന്ന് വെച്ചു. ഒരാൾ പറഞ്ഞു ഒരു കൂട്ടർ പറഞ്ഞു നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നോ, ഞങ്ങൾ തീരുമാനിച്ചു. നമുക്ക് 2 പേർക്കും നടത്താം മത്സരം. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്നാണ് വചനം പറയുന്നത്. കോരഹിൻ്റെ കൂട്ടരാവരെ. അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമുക്ക് ഈ കായിൻ്റെ സ്വഭാവവും ബിലയാമിൻ്റെ സ്വഭാവവും കോരഹിൻ്റെ സ്വഭാവം ഒക്കെ വിട്ട് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ഒപ്പിയെടുക്കാം. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, ഇത് നമ്മൾ ഒപ്പിയെടുത്താൽ നമ്മുടെ ശുശ്രൂഷ വിജയിക്കും. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അതുകൊണ്ട് യൂദയുടെ ലേഖന പഠനത്തോടനുബന്ധിച്ച് ഒരു സാധുവായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുറേ കഴിവുകളും നമ്മുടെ കുറേ വാക്സാമർഥ്യങ്ങളും എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആത്മശക്തി പ്രാപിച്ച് കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് ദൈവവചനം പ്രസംഗിച്ചാൽ അത് മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കാനിടയായിത്തീരും. കൊരിന്ത്യർ ലേഖനത്തിലുള്ളൊരു പദം ഞാൻ നിങ്ങളെ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ഞാൻ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. വാക്ചാതുര്യം രാഷ്ട്രീയ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന പോലെ, വലിയ വലിയ ലോകത്തിലെ പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്ന പോലെയൊന്നും ഒരു സുവിശേഷകൻ പ്രസംഗിക്കേണ്ട. പിന്നെ എങ്ങനെ പ്രസംഗിക്കണം? പത്രോസ് പറയുന്നുണ്ട്, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. എത്ര ബ്യൂട്ടിഫുൾ! പൗലോസ് പറഞ്ഞു, എൻ്റെ വചനത്തിൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തിയുടെ പ്രശ്നം അത്രേ. തിമോഥെയോസിനെ പൗലോസ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. ഹല്ലേലൂയ! നല്ല പ്യുവർ വചനം പ്രസംഗിച്ചാലുണ്ടല്ലോ, അത് ജനഹൃദയങ്ങളെ സ്വാധീനിക്കും. ഇത് കൂട്ടിക്കലർത്തി മറിച്ച് കളഞ്ഞ് കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് അങ്ങ് പറയുക. ഈ വചനമെന്ന മായമില്ലാത്ത പാലാണിത്. ഇതിൽ മായം ചേർക്കരുത്. ഇതിൽ മായം ചേർത്താൽ ഇത് കേൾക്കുന്നവരിൽ
ആത്മീകമായി യാതൊരു വളർച്ചയും ഉണ്ടാകത്തില്ല. ആത്മീയമായി യാതൊരു ചൈതന്യം ഉണ്ടാകത്തില്ല. ഒരാത്മീയ മുന്നേറ്റം ഉണ്ടാകത്തില്ല. ഒരാത്മീയ നിറവ്, ആത്മീയ വളർച്ച, ആത്മീയ വർധന ഉണ്ടാകത്തില്ല. ഈ പത്രോസ്, യോഹന്നാൻ, യാക്കോബും ഒക്കെ പ്രസംഗിച്ച പ്രസംഗം കേട്ടിട്ട് ജനത്തിന് എന്ത് സംഭവിച്ചതെന്ന പ്രവൃത്തി പുസ്തകത്തിൽ ചിലപ്പോഴും പറയാറുണ്ടല്ലോ. അത് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. പ്രവൃത്തി 9-ാം അധ്യായത്തിലുണ്ടല്ലോ അത്. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. പ്രവൃത്തി 16 അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ യൂദയുടെ ലേഖനത്തിലേക്ക് വരാം. പ്രവൃത്തി 16 അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭകളിൽ പ്രസംഗിക്കപ്പെട്ടു. വിശ്വാസികൾ അത് കേട്ട് ആത്മീയ വളർച്ചയുണ്ടായി, ആത്മീയ വർധനവുണ്ടായി, ആത്മീയ നിറവുണ്ടായി, ആത്മാവിൽ ബലപ്പെട്ടു. 2 കൊരിന്ത്യർ ലേഖനം, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ ശൈശവാവസ്ഥയിൽ കിടന്ന് ഇങ്ക എന്ന് വിളിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ പത്രങ്ങളായി, അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. അവരിൽ അപ്പോസ്തലന്മാരെ വായിച്ചെടുക്കാൻ തുടങ്ങി, ക്രിസ്തുവിനെ വായിച്ചെടുക്കാൻ തുടങ്ങി. ആത്മീയ വളർച്ചയിലേക്ക് അവർ വന്നു, ആത്മീയ നിറവിലേക്ക് അവർ വന്നു, ആത്മീയ വർധനവിലേക്ക് അവർ വന്നു. ഇന്നെവിടെയാണ് ഉള്ളത്? ഈ സങ്കീർത്തനം വായിച്ച് പാട്ടും പാടി തുള്ളിച്ച് ഊതിയിട്ട് ഉന്തിയിട്ട് കുരപ്പിച്ച് ചിരിപ്പിച്ച് ഛർദിപ്പിച്ച് ഇത് പറയുമ്പോൾ വേദനയോടാ പറയുന്നത്, പരിഹസിച്ച് പറയല്ല. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാസ്റ്റർമാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വ്യാജ ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഇന്ന് നിർത്തണം. എന്നിട്ട് യൂദയെ പോലെ പൗലോസിനെ അങ്ങ് വിടെ, ഈ മുക്കുവന്മാരെ പോലെ പ്രസംഗിക്കേ, വചനം പഠിപ്പിക്കേ. പത്രോസിന്റെ പ്രസംഗം തന്നെ എന്തായിരുന്നു? നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. അതല്ലേ അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊള്ളാനിടയായി തീർന്നത്. ഇന്ന് അവർ ചെയ്ത തെറ്റൊന്നും പറയല്ലേ പാസ്റ്ററെ? അയ്യോ പാസ്റ്റർ അങ്ങനെയൊന്നും പറയല്ലേ, പാസ്റ്റർ ഇങ്ങനെയൊന്നും പറയല്ലേ, പാസ്റ്റർ ഒന്ന് പൊതിഞ്ഞു പറ. അവിടെയാണ് നമുക്ക് പറ്റിയത്, അവിടെയാണ് മൂല്യച്ഛതി സംഭവിച്ചത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ പല പാഠങ്ങളിൽ. എന്താ? ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, ആരെയും ഗണ്യമാക്കാത്തവൻ, ആരുടെയും മുഖം നോക്കാത്തവൻ. അത് തന്നെയല്ലേ അപ്പോസ്തലന്മാരെ? അത് തന്നെയല്ലേ നമ്മൾ വായിക്കേണ്ടത്? ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് വരട്ടെ പ്രിയമുള്ളവരെ. അപ്പോൾ 12-ാം വാക്യത്തിലേക്ക് വരിക. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. ആരാ? കായിൻ്റെ വഴിയിൽ കിടക്കുന്നവർ, ബെലയാമിൻ്റെ സ്വഭാവമുള്ളവർ, കോരഹിൻ്റെ സ്വഭാവമുള്ളവർ. ഈ ഇവരെന്നിവിടെ പറയുമ്പോൾ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ആ നുഴഞ്ഞു വന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുമാണ് ഇവർ എന്നിവിടെ പറയുന്നത്. ചില മനുഷ്യരെന്ന് 4-ാം വാക്യത്തിൽ, 8-ാം വാക്യത്തിൽ ഇവരും എന്ന് പറയുന്നുണ്ട്. 10-ാം വാക്യത്തിൽ ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. 12-ാം വാക്യത്തിൽ ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടി വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. മേഘം ഓടുമ്പോൾ അതിൽ ഈർപ്പമുണ്ടാകും, ജലാംശയം ഉണ്ടാകും. ഇതിൽ വെള്ളമില്ല, ജലാംശയമില്ല, വെറും മേഘം ഓടുക, ഒരു ഗുണവുമില്ല എന്നാണ് സാരം. ഹല്ലേലൂയ, സ്തോത്രം. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. അവിടെ നിന്നും പോയി. ഇല കൊഴിഞ്ഞു, ഫലമില്ല, രണ്ടുരു ചത്തു. വൃക്ഷത്തിൻ്റെ തടി അതും ഉണങ്ങി, വേരും ഉണങ്ങി. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരാണ് കേട്ടോ. നുഴഞ്ഞു വന്ന വെള്ള സഹോദരന്മാരും കള്ള സഹോദരന്മാരും കറുത്ത സഹോദരന്മാരും വെളുത്തവരും സായിപ്പും കറുമ്പനും എല്ലാം ഉണ്ട് ഇതിൽ.
നമ്മുടെ കേരളക്കരയിൽ പ്രാരംഭ കാലഘട്ടങ്ങളിൽ നല്ല ഭക്തന്മാരായ മനുഷ്യർ വന്ന് ഇവിടെ വചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ. കുക്കു സാഹിബ്, അതുപോലെ പലരും പലരും പലരും, റൊണാൾഡ് ബോംഗെ, അവരൊക്കെ നിർമ്മലമായ വചനമാണ് പ്രസംഗിച്ചത്. എന്നാൽ പിൻകാലങ്ങളിൽ ദുരുപദേഷ്ടക്കാരന്മാർ വന്നു. ഊതി വീഴ്ത്തുന്നവരും ഉന്തി വീഴ്ത്തുന്നവരും കുരപ്പിക്കുന്നവരും ചിരിപ്പിക്കുന്നവരും ഛർദ്ദിപ്പിക്കുന്നവരും ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുന്ന പാസ്റ്റർമാരാണ് നമ്മുടെ കേരളത്തിൽ കിടക്കുന്നത്, നല്ലൊരു ശതമാനം. ഇതാരാ ഇത് ആത്മീയം എന്ന് പറഞ്ഞത്? ഇതാരാ ഇത് ദൈവിക ശുശ്രൂഷ എന്ന് പറഞ്ഞത്? എന്താ അതിൻ്റെ അടിസ്ഥാന കാരണം? ഈ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ ഉപദേശിച്ചതുപോലെ ആ നിർമ്മലമായ മായമില്ലാത്ത വചനം പഠിപ്പിക്കാതെ വേണ്ടാത്തതൊക്കെ ജനത്തെ പഠിപ്പിക്കുകയും പലതും വേണ്ടാത്ത ശുശ്രൂഷകൾ പലതും സഭകളിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ഈ ഇടയ്ക്കൊരു ബിരുദം പറയുന്നത് കേട്ടു, പേര് ഞാൻ പറയുന്നില്ല. ഇന്ന് സ്വതരാഴ്ച എടുക്കുന്നില്ല, എല്ലാവരുടെയും പേഴ്സ് എടുക്കുക. എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ട് കൊട്ടി കൊട്ടി ഇപ്പോൾ പുള്ളി ഒരു പരിവായി. ഇനി കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഒരു രംഗപ്രവേശനം ചെയ്യും. സുവിശേഷ വേല ചെയ്ത് പണമുണ്ടാക്കുന്ന വ്യാജ സുവിശേഷകന്മാർ നിറഞ്ഞു കിടക്കുക. ജാഗരൂകരായിരിക്കുക. നമ്മളെ നശിപ്പിച്ചുള്ളവർ. ഹല്ലേലൂയ. രണ്ടൊരു ചത്തും, അതിൻ്റെ അർത്ഥം തടി ഉണങ്ങി വേരും ഉണങ്ങി. പിന്നെ ഇനി എന്താ പ്രതീക്ഷയുള്ള? ഈ നുഴഞ്ഞു വന്ന കള്ളസ്വാന്മാരിൽ എന്താ പ്രതീക്ഷയുള്ള? ഒരു പ്രതീക്ഷയില്ല. അവർ നാശത്തിലേക്ക് പോകുന്നവരാ. അപ്പം അങ്ങനെയുള്ള ശുശ്രൂഷകൾ കേട്ട് കിടക്കുന്ന ആരെങ്കിലും ഈ എളിയവൻ്റെ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ആത്മീയമായി ഉദ്ധരിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ ആത്മീയമായി ഒരു പുറകോട്ട് ഓടിക്കുക. പുറകോട്ട് ഓടിച്ച് നരകത്തിൽ കൊണ്ടേ തള്ളും. യാതൊരു സംശയവുമില്ല. വിട്ടുപോരുവിൻ അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോട്ടെ. രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരകൾ. ഈ കടൽ തിര പതഞ്ഞ് നുരച്ച് ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ചേർത്തലയിലെ പ്രവർത്തനം 2-3-4 വർഷം അവിടെ പോയിക്കൊണ്ടിരുന്നു. 4-5 വർഷം പോയി. ആ സമയത്ത് അത് കണ്ണുകൊണ്ട് കാണാനിടയായി. അശുദ്ധി എല്ലാം കൂടി നുരച്ച് കരപ്പിൽ വന്ന് കയറി അതിൽ സകലമാന അഴുക്കും ഉണ്ടാകും. അവർ ആ നുരച്ചു വരുന്ന ആ അശുദ്ധിയിലേക്കാണ് യൂദ ഇവരെ കൊണ്ടുവരുന്നത്. ആരെ? നുഴഞ്ഞു വരുന്നവരെ. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ നല്ലതാ. വക്രഗതി ഉണ്ടെങ്കിലോ ഒരു ഗുണവുമില്ല. ഗതി മാറിപ്പോകുന്നവർ, പാത വിട്ടു പോകുന്നവർ, ശരിയായ റൂട്ടിൽ സഞ്ചരിക്കാത്തവർ, അതൊക്കെയാണ് ആ വക്രഗതിയുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ ഈ ദൈവികമായ ആലോചന യൂദ കിട്ടിയെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതേ, യൂദ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മനടത്തിപ്പുള്ള ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു. നമ്മളും അത് തന്നെയല്ലേ ആകേണ്ടത്? ഈ എന്താ പറയുക, സപ്പോർട്ട് മിനിസ്റ്ററി ചെയ്യുന്ന പാസ്റ്റർമാരുണ്ട്. എനിക്കറിയാം, എൻ്റെ ഒരു കൂടെയുള്ള ഒരു സഹോദരൻ സപ്പോർട്ട് മിനിസ്റ്ററി പാസ്റ്ററിൻ്റെ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. പുള്ളിക്ക് 40,000 രൂപ ശമ്പളം കിട്ടും. ചിലർക്കൊക്കെ 40 1-2 ലക്ഷം രൂപകളൊക്കെ ഉണ്ട്. സപ്പോർട്ട് നിന്നാൽ അപ്പോൾ ശുശ്രൂഷ നിൽക്കും. അപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞാൽ സപ്പോർട്ട് മിനിസ്ട്രി ചെയ്യുന്നവരാ. സപ്പോർട്ട് ഇല്ലേ പോയി, പൈസ ഇല്ലേ പോയി. നമ്മൾ അങ്ങനെ ആകരുത്. വിശ്വാസത്താൽ മുമ്പോട്ട് പോകണം. കർത്താവ് തരും നമുക്കുള്ളത്. പരിമിതമായ നന്മകളാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ടുകൊള്ളണം, സന്തോഷിച്ചു കൊള്ളണം. ധനം കൂടുമ്പോൾ അനീതിയുള്ള മാമോനാണ്. നമ്മുടെ ആത്മീയത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസർ രോഗം പോലെ അതായി ഭവിക്കും.
അനേകർക്ക് ഭവിച്ചു കഴിഞ്ഞു, അനേകർക്ക് ഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെക്കുറിച്ച് ഹാനോക്ക് പണ്ട് പ്രവചിച്ചു, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികളും തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്കിൻ്റെ ഒരു പ്രവചന ഭാഗം ഇവിടെ എടുത്ത് പറയുക. ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന ഈ വ്യാജ സുവിശേഷങ്ങൾ മുഴുവൻ, വ്യാജ ശുശ്രൂഷകൾ മുഴുവൻ കർത്താവും അപ്പോസ്തലന്മാരും പ്രവചിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാവചനിക നിവൃത്തികളാണ്. അന്ത്യകാലത്ത് വ്യാജാക്കന്മാർ എഴുന്നേറ്റ് വരുമെന്ന് 1 യോഹന്നാനിൽ ഒരു ശക്തമായൊരു പ്രബോധനം യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാനത് നിങ്ങളെ വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. 1 യോഹന്നാൻ 2:18. അനേക എതിർക്രിസ്തുക്കൾ, അന്ത്യനാഴിക എതിർക്രിസ്തുക്കൾ, എതിർക്രിസ്തുക്കൾ വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴോ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നു എങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. പ്രവൃത്തി പുസ്തകം 20 നമ്മുടെ ഇടയിൽ കടക്കും, നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഓർത്തുകൊള്ളുക, സഭയിലേക്ക് കടക്കും ഈ കള്ളപ്രവാചകന്മാർ, ഈ ദുരുപദേഷ്ടകന്മാർ. സഭയിൽ നിന്ന് എഴുന്നേൽക്കും. ശുശ്രൂഷകന്മാർ ജാഗ്രതയും. ഇല്ലെങ്കിൽ എന്താ പറ്റും? അവിടെ ശുശ്രൂഷയും പോകും, സഭയും പോകും, എല്ലാം പോകും. പിശാച് കുട്ടിച്ചോറാക്കി കളയും സഭയെ. എനിക്കറിയാം, ഒരു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്യാപ്റ്റൻ ശാമുവേൽ പറഞ്ഞൊരു അനുഭവം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. താന് തൻ്റെ ഔദ്യോഗിക ജോലി സമയത്ത് കർത്താവിൻ്റെ വേല ശക്തിയോട് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഒരു തമിഴ്നാട്ടിലെ ഒരു ചർച്ചിൽ, ഒരു TPM ചർച്ചാണെന്ന് ഓർമ്മ, അദ്ദേഹം അവിടെ ചെന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പോയപ്പോൾ അല്പസമയം പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൂടാം എന്ന് പറഞ്ഞൊരു വെള്ളിയാഴ്ച സമയമാണെന്ന് തോന്നുന്നു. അതേ അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സഹോദരി അവിടെ ഇരുന്ന് ആലോചന പറയുക. ഭയങ്കര ആലോചന. ശരിക്കും പറഞ്ഞാൽ ഒരു കള്ളപ്രവാചികയാണ്. ആലോചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, ഇത് ശരിയല്ലല്ലോ, ഈ ആത്മാവ് ശരിയല്ലല്ലോ. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ഏത് ആത്മാവാണെന്ന് വെളിപ്പെട്ട് വരട്ടെ എന്ന് പറഞ്ഞ പുള്ളി കൃപാവരപ്രാപ്തനായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ പിശാചങ്ങ് ഇളകി അവർ വസ്ത്രമെല്ലാം വലിച്ചു കീറാൻ തുടങ്ങി. അപ്പോൾ ഈ ക്യാപ്റ്റൻ ശാമുവേൽ പാസ്റ്റർ പറഞ്ഞു, അവിടെ ഉള്ളൊരു വയോവൃദ്ധനായ ഒരു പാസ്റ്ററോട് പറഞ്ഞു, ഇത് ദുരാത്മാവാണെന്ന്. നിങ്ങളോട് ആര് പറഞ്ഞു? ദൈവാത്മാവിനോട് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെയാണ് എഴുന്നേൽക്കുന്നതും വസ്ത്രം വലിച്ചു കീറുന്നതും അവിടെ കിടന്ന് നൃത്തം ചെയ്യുന്നതും വല്ലാത്തൊരു അന്തരീക്ഷം ആ സഹോദരി അവിടെ ഉണ്ടാക്കിയെടുത്തു. അവസാനം അതിനെ ശാസിച്ചിറക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു. ആ സഭയിലെ സ്ഥിരം പാസ്റ്റർ പറഞ്ഞത്, ഈ സഹോദരിയാണ് 8-10 വർഷമായി ഇവിടെ പാസ്റ്ററിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ഭുതങ്ങളൊക്കെ നടക്കും, രോഗി സൗഖ്യമാവും, അങ്ങനെയൊക്കെ പലതുമൊക്കെ നടക്കും. പക്ഷേ ആത്മാവ് വേറെയാ. യോഹന്നാൻ 4:6 ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ പഠിപ്പിച്ച് വിശ്വാസികളെ ആത്മീയരാക്കി എടുക്കുന്നില്ലെങ്കിൽ ആത്മാവ് മാറിപ്പോകും. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാലറിയാം. 1 യോഹന്നാൻ 4:6 ഒരു ലിറ്റിൽ ബോയിയാണ്. ഒരു വലിയ മാരകമായ ബോംബാണത്. വലിയ സ്ഫോടക ശക്തിയുള്ളൊരു ബോംബാണത്. അനേകരെ നിരാശയിലേക്കും ഭയത്തിലേക്കും തള്ളിക്കളയുന്നൊരു വാക്യമാണത്. സഭകളിൽ പാസ്റ്റർമാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിച്ചെടുക്കണം, ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കണം, പത്യോപദേശം പഠിപ്പിക്കണം. അല്ലെങ്കിൽ ആത്മാവ് മാറിപ്പോകും. നമുക്ക് പൈസ കിട്ടും,
നമുക്ക് സ്ഥാനമാനങ്ങളൊക്കെ തരും, നമുക്ക് വലിയ വലിയ ഓഫറൊക്കെ തരും. പക്ഷേ അവസാനം നരകക്കുഴിയിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരും. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിക്കുക. അതാണ് ദൈവത്തിൻ്റെ ഉപദേശം, അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം, അതാണ് പിതാവിൻ്റെ ഉപദേശം. ആ ഉപദേശമാണ് യഥാർത്ഥ ദൈവസഭയുടെ ഉപദേശം. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോട്ടെ. 16-ാം വാക്യത്തിലേക്ക് വരും. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. ആരാ? ഇന്ന് ഉടഞ്ഞു വന്ന കള്ളസഹോദരന്മാർ. അവർ പിറുപിറുപ്പുകാരാ, തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരാ, സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് നടക്കുകയാണ് അവർ. അവരുടെ വായ് വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. മുഖസ്തുതി. റോമാലേഖനം അതിൻ്റെ 16-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പൗലോസ് പറയേണ്ട വായിക്കാനായിട്ട് എനിക്ക് ഹേമമുണ്ട്. ദൈവമക്കൾ ഈ വാക്യങ്ങളെ ശ്രദ്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. റോമാലേഖനം 16-ാം അധ്യായം, അവസാനത്തെ അധ്യായം. അതിലിങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും വിടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും ചക്കരവാക്കും മുഖസ്ഥിതിയും പറഞ്ഞ് അനേകരുടെ ഹൃദയത്തെ വഞ്ചിച്ച് കളയുകയും ചെയ്യുന്നു. ചക്രവാക്കും മുഖസ്ഥിതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ച് കളയുന്നു. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ, ദുരുപദേഷ്ടകന്മാർ, കള്ളപ്രവാചകന്മാർ സഭയെ വഞ്ചിച്ച് കളയുന്നു, വിശ്വാസികളെ വഞ്ചിച്ച് കളയുന്നു. സർപ്പം ഹവ്വായെ ഉഭയത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളാകത്തക്ക നിലയിൽ അവർ വചനം പറയുന്നു. വഷളാക്കി കളയുമ്പോൾ നമ്മൾ നാശത്തിലേക്ക് പോകും. മനസ്സിലായി? 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചുകൊള്ളുക. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകത്തക്ക നിലയിൽ ഇവർ വചനത്തിലൂടെ ഇടപെടുന്നു. വ്യാജ സുവിശേഷം പറയുന്നു, വ്യാജ ഉപദേശം പറയുന്നു. പരിണിത ഫലം ആത്മീയ നാശം സംഭവിക്കുന്നു, ആത്മീയ മൂല്യച്യുതി സംഭവിക്കുന്നു, ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ല, ആത്മീയ വർധന ഉണ്ടാകുന്നില്ല, ആത്മീയ നിറവുണ്ടാകുന്നില്ല. രക്ഷിക്കപ്പെട്ട 5, 10, 15, 20, 30, 40, 50 വർഷമായ വിശ്വാസി ഇങ്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ദുരന്തമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വരിക. ആ ഉപദേശം നന്നായി പഠിച്ചനുസരിച്ച് ജീവിക്കുക. ദുർവിരക്ഷകന്മാർ വരുമ്പോൾ ഈ ഉപദേശം കൊണ്ട് അവരെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ വിട്ടുപൊക്കോളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്ത 17-ാമത്തെ വാക്യം ഒരു ഭയങ്കര വാക്യമാണ്. 17-ാമത്തെ വാക്യം: നിങ്ങളോ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകൾ, ഉപദേശങ്ങൾ, പ്രമാണങ്ങൾ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളെ ഓർപ്പിൻ. ആ പ്രമാണം മുറുകെ പിടിച്ചുകൊള്ളുക. 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൽ നിത്യജീവനെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പൗലോസ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്രിസ്തു ഉപദേശം മുറുകെ പിടിച്ചുകൊള്ളുക എന്നുള്ളതാണ്. അതാണ് ദൈവസഭയുടെ ഉപദേശം. അതാണ് സഭയെ പഠിപ്പിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് സഭകളെ അത് പഠിപ്പിക്കുന്നില്ല. എന്നാൽ വലിയ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. പലരും ഈ ഉപദേശം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ എടുത്തു പറയുക. അനേകർ ഈ പുതിയ നിയമ ഉപദേശത്തിൽ ആകൃഷ്ടരായി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ബൈബിൾ കോളേജിൽ പഠിച്ചൊരു സഹോദരൻ, താമച്ചാൻ ഇപ്പോൾ പുതിയ നിയമമാണ് പ്രസംഗിക്കുന്നതെന്ന് കേട്ടല്ലോ. അപ്പോൾ പഴയ നിയമമാണ് പ്രസംഗിക്കേണ്ടതെന്നല്ലേ പുള്ളിയുടെ ചിന്ത. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. ഈ വാക്യം പുള്ളിയുടെ പുസ്തകത്തിലില്ല. കോപ്പിയടി വീരനായിരുന്നു.
ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാസ്റ്ററിൻ്റെ മകളെ വിവാഹം കഴിച്ച് സുഖലോലുപനായി ജീവിക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാൻ എന്തിന് ഇത് വളരെ വളരെ സവിസ്താരമായി പറയുന്നതിൻ്റെ കാര്യം എന്താ? കർത്താവ് വരാറായി, സഭ മാറ്റപ്പെടാൻ സമയമായി. അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ദുരുപദേശത്തിൻ്റെ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടാൽ അതവിടെ കിടന്ന് മുളച്ചു വരും. ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു ഭ്രൂണം വളരുന്നത് പോലെ വളർന്നു വരും. വളർന്ന് അവരെല്ലാം ദുരുപദേശത്തിൻ്റെ വ്യക്താക്കളാകും. അങ്ങനെ ആയിപ്പോയ ഒരു വലിയ വിശ്വാസ സമൂഹമാണ് ഇന്ന് ആത്മീയ ഗോളത്തിൽ കിടക്കുന്നത്. ഗുണം പിടിക്കാത്തൊരു സംഘം. ക്രിസ്തുവിൻ്റെ ഉപദേശവും പഥ്യോപദേശവും അവർക്ക് വേണ്ട. അത് പറയുമ്പോൾ നീറി കടിക്കുന്ന പോലെ കടിക്കുക ചെയ്യുന്നത്. ഞാൻ പലരോട് ഇടപെടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ പറയുന്നേ. അപ്പോസ്തലന്മാരുടെ ഉപദേശം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യതയില്ലെന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങളെ തള്ളുന്നാലും എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ അയച്ചവനെ തള്ളുന്നു. ഞാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഒരു പ്രായമുള്ള ഒരു അച്ഛനോട് ഞാൻ ശക്തമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പുള്ളി എന്നെ അങ്ങ് നാഗശികാന്തം എതിർത്ത് വന്നു. പിന്നെ ഞാൻ മിണ്ടാനൊന്നും പോയില്ല. അങ്ങ് വട്ടം എതിർക്കുക ചെയ്യുന്നത്. നിങ്ങൾ കർത്താവ് പറഞ്ഞതിന് പ്രാധാന്യം കൊടുക്കാതെ അപ്പോസ്തലന്മാർക്ക് പറഞ്ഞതിന് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് നിങ്ങളോട് വല്ലതും പറഞ്ഞോ? ഇല്ല. കർത്താവ് ആരോടാ പറഞ്ഞത്? കർത്താവ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ഏൽപ്പിച്ചത്. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ പിതാവേ, ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകിയാൽ ഞാൻ പറഞ്ഞ വചനം അവർ കൈക്കൊണ്ടു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവ് വചനം അവരെ ഫലമേൽപ്പിച്ചു. അതുകൊണ്ട് ഇനി അവർ പറയുന്നത് നമ്മൾ കേട്ടുകൊള്ളുക. 4 സുവിശേഷങ്ങൾ കർത്താവ് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചതാ, ശിഷ്യന്മാരെ പഠിപ്പിച്ചതാ. സഭയെ പഠിപ്പിക്കാൻ കർത്താവ് അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ചു. അതാണ് മത്തായി 28:20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ.